എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഒരു ഹിന്ദി കവിതയാണ്. ഈ ഒരു ചാനൽ തുടങ്ങുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എഴുതിയൊരു കവിതയായിരുന്നു. അപ്പോൾ ആ കവിത ഒന്ന് പാടി അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ചിലർ ചോദിച്ചു അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാവോ, അത് മലയാളത്തിൽ പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ചു. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ എഴുതിയ വേറൊരു കവിതയാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതുകൂടെ കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഈ കവിത ഒന്ന് പരിചയപ്പെടാം. കവിതയുടെ പേരാണ് കഹാ ഹെ ഇൻസാൻ. കഹാ ഹെ ഇൻസാൻ, മനുഷ്യർ എവിടെ. ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർ, ഹ്യൂമൻ ബീയിങ്സ് എന്നാണ് അർത്ഥം. കഹാ ഹെ എന്ന് പറഞ്ഞാൽ എവിടെ. കഹാ ഹെ ഇൻസാൻ, മനുഷ്യർ എവിടെ. വെർ ആർ ദി ഹ്യൂമൻസ്, ഇതാണ് എൻ്റെ കവിതയുടെ പേര്. അപ്പോൾ മനുഷ്യരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തോ ഒരു കാര്യമാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ എൻ്റെ കവിത ഒന്ന് പരിചയപ്പെട്ട് നോക്കും. കഹാ ഹെ ഇൻസാൻ ഇസ് ദുനിയാ മേ ന മിൽത്താ ഹെ ഇസ്കാ നിശാൻ ഭി. കഹാ ഹെ ഇൻസാൻ ഇസ് ദുനിയാ മേ ന മിൽത്താ ഹെ ഇസ്കാ നിശാൻ ഭി. जाग कर देखा गली में कस्बे में शहर में न मिलता है इसका निशान भी. जाग कर देखा गली में कस्बे में शहर में न मिलता है इसका निशान भी. दिल तो भरा है काले रंगों से, मन तो भरा है कूड़े कचरों से. दिल तो भरा है काले रंगों से, मन तो भरा है कूड़े कचरों से. घूम रहा हूं मैं इस दुनिया में, खोजता है सहायता के निशान भरे हाथों की. घूम रहा हूं मैं इस दुनिया में, खोजता है सहायता के निशान भरे हाथों की. माँ की गोद से ले जाते हैं उसकी नन्ही प्यारी परी को, न देखता है उसकी आंसू को. उठता है सवाल अपने मन में भी, कहाँ है इंसान इस दुनिया में, न मिलता है इसका निशान भी. माँ की गोद से ले जाते हैं उसकी नन्ही प्यारी परी को, न देखता है उसकी आंसू को. उठता है सवाल अपने मन में भी, कहाँ है इंसान इस दुनिया में, न मिलता है इसका निशान भी. सूरज के नीचे जाने पर लगता है सब इंसान है, जब अंधेरा हो जाता है उठता है सवाल अपने मन में भी, कहाँ है इंसान इस दुनिया में, न मिलता है इसका निशान भी. सूरज के नीचे जाने पर लगता है सब इंसान है, जब अंधेरा हो जाता है उठता है सवाल अपने मन में भी, कहाँ है इंसान इस दुनिया में, न मिलता है इसका निशान भी. मन में प्यार नहीं है तो वह कैसे मानव होता है, सिर्फ खुद के बारे में सोचने पर वह कैसे मानव होता है. मन में प्यार नहीं है तो वह कैसे मानव होता है, सिर्फ खुद के बारे में सोचने पर वह कैसे मानव होता है. न जियो इंसानियत खोकर, मरो इंसान बनकर. न जियो इंसानियत खोकर, മരോ ഇൻസാൻ ബൻകർ. ഇനി എൻ്റെ ഈ കവിതയുടെ എക്സ്പ്ലനേഷൻ കൂടെ നോക്കാം. അതായത് മലയാളത്തിലെ ട്രാൻസ്ലേഷനും ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്നും കൂടെ പറയാം. അത് ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. കഹാ ഹെ ഇൻസാൻ ഇസ് ദുനിയാ മേ ന മിൽത്താ ഹെ ഇസ്കാ നിശാൻ ഭി. കഹാ ഹെ ഇൻസാൻ, എവിടെയാണ് ഇൻസാൻ, എവിടെയാണ് മനുഷ്യർ. ഇസ് ദുനിയാമേ, ദുനിയ എന്ന് വെച്ചാൽ ലോകം, ഈ ലോകത്തിൽ, ഈ ലോകത്ത് എവിടെയാണ് മനുഷ്യർ. ന മിൽത്താ ഹെ ഇസ്കാ നിശാൻ ഭി. നിശാൻ എന്ന് പറഞ്ഞാൽ അടയാളം. ന മിൽത്താ ഹെ, കിട്ടുന്നില്ല അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയുന്നില്ല. എന്ത്? ഇസ്കാ നിശാൻ ഭി, ഇതിന്റെ അടയാളങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരുടെ അടയാളങ്ങൾ നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതായത് ഇന്ന് ഈ ലോകത്തുള്ളത് മനുഷ്യർ തന്നെയാണോ എന്നാണ് ഞാൻ ഈ കവിതയിലൂടെ ഉദ്ദേശിച്ചത്. ഇന്നത്തെ ഈ ഒരു സമൂഹത്തില് എത്രത്തോളം പ്രശ്നങ്ങളാണ് മനുഷ്യരെ സൃഷ്ടിക്കുന്നത്. അപ്പോ ഇതൊക്കെ മനുഷ്യർ തന്നെയാണോ, അല്ലെങ്കിൽ മനുഷ്യരുടെ അടയാളങ്ങളൊന്നും ഇവിടെ ഇല്ലാതായിരിക്കുന്നു. മനുഷ്യത്വം ഇല്ലാത്തവരെ നമുക്ക് എങ്ങനെ മനുഷ്യരെന്ന് വിളിക്കാൻ സാധിക്കും? അപ്പോ ഈ ലോകത്ത് മനുഷ്യരുണ്ടോ? എവിടെയാണ് മനുഷ്യർ? മനുഷ്യത്വമുള്ള മനുഷ്യർ എവിടെയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ലോകത്ത് മനുഷ്യർ എവിടെയാണ്? അതിന്റെ ഒരു അടയാളം പോലും കണ്ടെത്താൻ കഴിയുന്നില്ല.
Where are humor in this world? Not even a trace of him is found. जाग कर देखा गली में, कस्बे में, शहर में, न मिलता है इसका निशान भी. ജാഗ്കർ ദേക്ക, ജാഗ്ന മീൻസ് സോനെ സെ ജാഗ്കർ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്, ദേക്ക നോക്കി, ഉണർന്നു നോക്കിയപ്പോൾ, എവിടെയൊക്കെയാ നോക്കിയത്? ഗലിമേം, കസ്ബേമേം, ഷഹർമേം. ഗലി എന്ന് പറഞ്ഞാൽ തെരുവ്, കസ്ബ എന്ന് പറഞ്ഞാൽ പട്ടണം, ഷഹർ എന്ന് പറഞ്ഞാൽ നഗരം. കസ്ബ എന്നുള്ള വാക്കും ഷഹറും തമ്മിലുള്ള ചെറിയ ഡിഫറൻസേ ഉള്ളൂ. സിറ്റിയുടെ അത്രയും വികസിച്ചിട്ടില്ല കസ്ബ. ഓക്കെ, ടൗൺ. ഗലിമേം, കസ്ബേമേം, ഷഹർമേം, തെരുവുകളിലും പട്ടണങ്ങളിലും നഗരങ്ങളിലും ഒക്കെ ഞാൻ എഴുന്നേറ്റ് നോക്കി. ന മിൽത്താഹ് ഇസ്ക നിഷാൻ ബി, പക്ഷേ മനുഷ്യരുടെ, മനുഷ്യത്വമുള്ള മനുഷ്യരുടെ ഒരടയാളം പോലും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ഉണർന്നു നോക്കിയപ്പോൾ തെരുവിലും പട്ടണത്തിലും നഗരത്തിലും മനുഷ്യരുടെ ഒരു അടയാളം പോലും കാണാൻ സാധിക്കുന്നില്ല. Woke up and looked into the street, in the town, in the city. Not even a trace of him was found. എല്ലാ സ്ഥലങ്ങളിലും, അതായത് ഈ ലോകത്തിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടേക്ക് ഇന്ന് മനുഷ്യരെ കാണാൻ സാധിക്കുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ദിൽ തോ ഭരാ ഹെ കാലെ രംഗോ സെ, മൻ തോ ഭരാ ഹെ കൂടെ കച്ചറോ സെ. ദിൽ തോ ഭരാ ഹെ, ദിൽ എന്ന് പറഞ്ഞാൽ ഹൃദയം, മനസ്സ് അല്ലെ. ദിൽ തോ ഭരാ ഹെ കാലെ രംഗോ സെ, കാലാ രംഗ് കറുത്ത നിറം, ഹൃദയം മുഴുവൻ കറുത്ത നിറം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതായത് ഉള്ളില് മുഴുവൻ മോശം കാര്യങ്ങളാണ്, മനസ്സ് മുഴുവൻ കറുത്ത നിറമാണ്. കറുപ്പ് ഇവിടെ ബാഡ് എന്നുള്ളൊരു കാര്യത്തെ സൂചിപ്പിക്കാനാണ്. മോശം, മോശം കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മനസ്സ് അല്ലെങ്കിൽ ഹൃദയം. മൻ തോ ഭരാ ഹെ കൂടെ കച്ചറോസെ, മനസ്സാണെങ്കിലോ കൂടെ കച്ചറോസെ, കൂടാ കച്ചറ എന്ന് പറഞ്ഞാൽ ഗാർബേജ് ആണ്, മാലിന്യം. മൻ തോ ഭരാ ഹെ കൂടെ കച്ചറോസെ, മനസ്സുകളിൽ നിറയെ മാലിന്യം കെട്ടിക്കിടക്കുകയാണ്, മനസ്സ് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ദിൽ തോ ഭരാ ഹെ കാലെ രംഗോ സെ, മൻ തോ ഭരാ ഹെ കൂടെ കച്ചറോ സെ. ഹൃദയം കറുത്ത നിറങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, മനസ്സാകട്ടെ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. The heart is filled with black colors. The mind is filled with garbage. घूम रहा हूं मैं इस दुनिया में, खोजता है सहायता के निशान भरे हाथों की. घूम रहा हूं, घूमന മീൻസ് ചുറ്റിക്കറങ്ങുക അല്ലെങ്കിൽ ഞാൻ അലയുകയാണ്. എവിടെ? മേ ഇസ് ദുനിയാമേ, ഞാൻ ഈ ലോകത്തില് മൊത്തം അലഞ്ഞു നടക്കുകയാണ്. खोजता है സഹായത കെ നിശാൻ ഭരെ ഹാത്തോं की. ഖോജന അന്വേഷിക്കുക, അന്വേഷിക്കുകയാണ്. എന്താണ് അന്വേഷിക്കുന്നത്? സഹായത കെ നിശാൻ ഭരെ ഹാത്തോं की, സഹായതയുടെ അടയാളം നിറഞ്ഞ കൈകൾ. അതായത് സഹായിക്കുന്ന മനസ്സുള്ളത് ആർക്കായിരിക്കും? മനുഷ്യത്വമുള്ള മനുഷ്യർക്കായിരിക്കും. അങ്ങനെയുള്ള കൈകളാണ് ഞാനിവിടെ അന്വേഷിക്കുന്നത്. അതായത് യഥാർത്ഥ മനുഷ്യരെയാണ് ഞാനിവിടെ അന്വേഷിച്ച് നടക്കുന്നത്. घूम रहा हूं मैं इस दुनिया में, खोजता है सहायता के निशान भरे हाथों की. ഞാൻ ഈ ലോകത്ത് അലയുകയാണ് സഹായത്തിന്റെ അടയാളങ്ങൾ നിറഞ്ഞ കൈകൾ തേടി. I am wandering in this world, searches for signs of helpful hands. I am wandering in this world, searches for signs of helpful hands. माँ की गोद से ले जाते हैं उसकी नन्ही प्यारी परी को, न देखता है उसकी आंसू को. माँ की गोद से ले जाते हैं. മാ കി ഗോദ്, മാ അമ്മ, ഗോദ് എന്താണ്? ലാപ്പാണ്, മടിത്തട്ട്. അമ്മയുടെ മടിയിൽ നിന്ന് ലേ ജാത്തയെ കൊണ്ടുപോവുകയാണ്. ആരെ? ഉസ്കി നന്നി പ്യാരി പരീക്കോ, നന്നി എന്ന് പറഞ്ഞ കുഞ്ഞ്. ഓക്കെ, ഉസ്കി നന്നി പ്യാരി, അവളുടെ പ്രിയപ്പെട്ട കുഞ്ഞ്. പരീക്കോ, പരി എന്ന് വെച്ചാൽ മാലാക. മാക്കി ഗോദ് സെ ലേ ജാത്തേ ഹേ ഉസ്കി നന്നി പ്യാരി പരീക്കോ. ഇന്നത്തെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് എന്താ? അമ്മയുടെ മടിത്തട്ടിനെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടമാണ്. അതായത് അമ്മയുടെ മടിയിൽ നിന്ന് പോലും കുഞ്ഞിനെ എടുത്തോണ്ട് പോകുന്ന അല്ലെ, ആ ഒരു കാലഘട്ടമാണെന്ന്. മാക്കി ഗോദ് സെ ലേ ജാത്തേ ഉസ്കി നന്നി പ്യാരി പരീക്കോ, അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് അവളുടെ പ്രിയപ്പെട്ട കുഞ്ഞു മാലാകെ എടുത്തുകൊണ്ട് പോകുന്നു. ദേഖ്തായ ഉസ്കി ആസൂക്കോ, അവളുടെ കണ്ണുനീരിന് വിലയില്ല, കണ്ണുനീരാരും കാണുന്നില്ല, അവളുടെ ദുഃഖങ്ങൾ ആരും കാണുന്നില്ല. Takes the mother's sweet little angel from her lap, doesn't see her tears. माँ की गोद से ले जाते हैं उसकी नन्ही प्यारी परी को, न देखता है उसकी आंसू को.
അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് അവളുടെ കുഞ്ഞു മാലാഖയെ കൊണ്ടുപോകുന്നു. കാണുന്നില്ല അവളുടെ കണ്ണുനീർ. ടേക്സ് ദി മദേഴ്സ് സ്വീറ്റ് ലിറ്റിൽ ഏഞ്ചൽ ഫ്രം ഹർ ലവ്, ഡസൻ സീ ഹർ ടിയേഴ്സ്. ഉഠ്താ ഹെ സവാൽ അപ്നെ മൻ മേ ഭി, കഹാ ഹെ ഇൻസാൻ ഇസ് ദുനിയാ മേ, ന മിൽത്താ ഹെ ഇസ്കാ നിശാൻ ഭി. ഉഠ്താ ഹെ സവാൽ അപ്നെ മൻ മേ ഭി. ഇങ്ങനെയുള്ള അവസരങ്ങളില് എന്റെ മനസ്സില് ഒരു ചോദ്യം ഉയരുന്നു. എന്താണ് ആ ചോദ്യം? കഹാ ഹെ ഇൻസാൻ ഇസ് ദുനിയാ മേ, ഈ ലോകത്ത് മനുഷ്യർ എവിടെയാണ്? ന മിൽത്താ ഹെ ഇസ്കാ നിശാൻ ഭി, മനുഷ്യരുടെ ഒരടയാളവും കാണാൻ സാധിക്കുന്നില്ല. മനുഷ്യത്വമുള്ള മനുഷ്യർ ഇന്ന് ഈ ലോകത്തിലില്ലേ എന്നാണ് എന്റെ ചോദ്യം. എന്റെ മനസ്സിലും ഉയരുന്നു ഈ ചോദ്യം. മനുഷ്യൻ ഈ ലോകത്ത് എവിടെയാണ്? അതിന്റെ ഒരു അടയാളം പോലും കിട്ടുന്നില്ല. There arises a question in my mind also. Where are humans in this world? Not even a trace of him is found. सूरज के नीचे जाने पर लगता है सब इंसान है. सूरज के नीचे जाने पर लगता है सब इंसान है. സൂരജ് എന്ന് പറഞ്ഞ സൂര്യൻ. സൂരജ് കെ നീച്ചെ ജാനെ പർ, സൂര്യന് താഴെ ചെല്ലുമ്പോ അല്ലെങ്കിൽ സൂര്യന് കീഴിൽ ലഗ്താ ഹെ സബ് ഇൻസാൻ ഹെ, എല്ലാവരും മനുഷ്യരാണെന്ന് തോന്നുന്നു. സൂര്യന് കീഴിൽ എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് പ്രകാശമുള്ള സമയത്ത്, അതായത് ഡേ ടൈമില്, പകലും രാത്രിയും മനുഷ്യരുടെ സ്വഭാവം വ്യത്യസ്തമാണ്. പകല് കാണുന്ന മനുഷ്യരായിരിക്കില്ല രാത്രി, അല്ലെ? അവർ നമ്മളെ ഉപദ്രവിച്ചേക്കാം, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് സൂരജ് കെ നീച്ചെ ജാനെ പർ, സൂര്യന് കീഴിൽ നിൽക്കുമ്പോ നമുക്ക് മനുഷ്യരാണെന്ന് തോന്നുന്നു, അല്ലെ? നമുക്ക് മുമ്പിലുള്ളവരെല്ലാം നല്ല വ്യക്തികളാണെന്ന് നമുക്ക് തോന്നുന്നു, മനുഷ്യരാണെന്ന് തോന്നുന്നു. സൂര്യന് താഴെ എല്ലാവരും മനുഷ്യരാണെന്ന് തോന്നുന്നു. When it is under the sun, it seems everyone is human. जब अंधेरा हो जाता है, उठता है सवाल अपने मन में भी, कहा है इंसान इस दुनिया में, न मिलता है इसका निशान भी. जब अंधेरा हो जाता है, उठता है सवाल अपने मन में भी, कहा है इंसान इस दुनिया में, न मिलता है इसका निशान भी. അന്ധേര എന്ന് പറഞ്ഞാൽ ഇരുട്ട്. ജബ് അന്ധേര ഹോ ജാത്താ ഹെ, എപ്പോഴാണോ ഇരുട്ടാകുന്നത് അപ്പൊ നമ്മുടെ മനസ്സില് ഒരു ചോദ്യം ഉയരും. എവിടെയാണ് മനുഷ്യൻ? ഈ ലോകത്തില് മനുഷ്യർ എവിടെയാണ്? മനുഷ്യരുടെ ഒരടയാളവും ഇവിടെ കാണുന്നില്ല. അതായത് സൂര്യന് കീഴിൽ പ്രകാശമുള്ളപ്പോൾ അല്ലെങ്കിൽ ഡേ ടൈമില് എല്ലാവരുടെയും മുമ്പില് അവർ മനുഷ്യരാണ്. പക്ഷേ ഇരുട്ടാകുമ്പോ, പ്രകാശമില്ലാത്ത സമയം, ഇരുട്ടിലേക്ക് കടക്കുമ്പോ ആളുകളുടെ സ്വഭാവം മാറുന്നു. അപ്പൊ നമ്മളുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യമാണ്, എവിടെയാണ് മനുഷ്യർ ഈ ലോകത്തില്? മനുഷ്യരുടെ ഒരടയാളം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇരുട്ടുമ്പോൾ എന്റെ മനസ്സിലും ഒരു ചോദ്യം ഉയരുന്നു, മനുഷ്യർ എവിടെ? അതിന്റെ ഒരടയാളം പോലും ലോകത്ത് കണ്ടെത്താൻ കഴിയുന്നില്ല. When it gets dark, the question arises in my mind too. Where are the human in this world? Not even a trace of him is found. मन में प्यार नहीं है तो वह कैसे मानव होता है? सिर्फ खुद के बारे में सोचने पर वह कैसे मानव होता है? मन में प्यार नहीं है तो, മനസ്സില്, നമ്മുടെ ഹൃദയത്തില് പ്യാർ നെഹി ഹേ തോ, സ്നേഹമില്ലെങ്കിൽ, ഇഷ്ടമില്ലെങ്കിൽ, വോ കൈസെ മാനവ് ഹോത്താ ഹെ, അവരെങ്ങനെയാണ് മനുഷ്യരാവുന്നത്? അല്ലെ? ഒരു വ്യക്തി മനുഷ്യരാവുന്നത് അവർക്ക് അവരോടും മറ്റുള്ളവരോടും ഉള്ള ഇഷ്ടവും സഹാനുഭൂതിയൊക്കെ കൊണ്ടാണ്. ഹ്യൂമൻ വാല്യൂസ് ഉള്ളവരെ മാത്രമേ നമുക്ക് ഒരു ഹ്യൂമൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോ മൻമേം പ്യാർ നെഹി ഹേ തോ, മനസ്സിൽ സ്നേഹമില്ലെങ്കിൽ, വോ കൈസെ മാനവ് ഹോത്താ ഹെ, അവരെങ്ങനെയാണ് മനുഷ്യരാവുന്നത്? സിർഫ് ഖുദ് കെ ബാരെ മേ സോച്നെ പർ വോ കൈസെ മാനവ് ഹോത്താ ഹെ. ഖുദ് കെ ബാരെ മേ സോച്ന മീൻസ് സ്വന്തം കാര്യം നോക്കുക, അവരവരെ കുറിച്ച് മാത്രം ആലോചിക്കുക. സിർഫ് ഖുദ് കെ ബാരെ മേ സോച്നെ പർ, അങ്ങനെ സ്വന്തം കാര്യം നോക്കുന്ന ആൾക്കാരെ നമ്മൾ സെൽഫിഷ് എന്ന് പറയും, അല്ലെ? സിർഫ് ഖുദ് കെ ബാരെ മേ സോച്നെ പർ വോ കൈസെ മാനവ് ഹോത്താ ഹെ. ഇതുപോലുള്ള സെൽഫിഷ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ എങ്ങനെയാണ് മനുഷ്യരെന്ന് വിളിക്കുന്നത്? സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ആൾക്കാരെ എങ്ങനെ നമുക്ക് മനുഷ്യരെന്ന് വിളിക്കാൻ സാധിക്കും, അല്ലെ? ഹൃദയത്തിൽ സ്നേഹമില്ലെങ്കിൽ പിന്നെ അവൻ എങ്ങനെ മനുഷ്യരാവാനാണ്? സ്വന്തം കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ അവൻ എങ്ങനെ മനുഷ്യരാവാനാണ്? If there is no love in the heart, then how can one be human? How can he be human if he thinks only about himself? न जियो इंसानियत खोकर मरो इंसान बनकर, न जियो इंसानियत खोकर मरो इंसान बनकर.
എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രം. ന ജിയോ ഇൻസാനിയത് ഖൂക്ക്. ഇൻസാനിയത് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം. ന ജിയോ ജീവിക്കരുത്. എങ്ങനെ? ഇൻസാനിയത് ഖൂക്കർ മനുഷ്യത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കരുത്. മരോ ഇൻസാൻ ബൻകർ മനുഷ്യരായിട്ട് ജീവിച്ച് മനുഷ്യനായിട്ട് മരിക്കൂ. ന ജിയോ ഇൻസാനിയത് ഖൂക്കർ മനുഷ്യത്വം നഷ്ടപ്പെടുത്തി ജീവിക്കരുത്. മരോ ഇൻസാൻ ബൻകർ ഒരു മനുഷ്യനായിട്ട് മരിക്കൂ. അല്ലെ? ഡോൺ ലവ് ലൂസിങ് യുവർ ഹ്യൂമാനിറ്റി. ഡൈ ബീങ് എ ഹ്യൂമൻ ബീങ്. ഡോൺ ലവ് ലൂസിങ് യുവർ ഹ്യൂമാനിറ്റി. ഡൈ ബീങ് എ ഹ്യൂമൻ ബീങ്. അപ്പൊ ഇതാണ് എൻ്റെ ഈ കുഞ്ഞു കവിത. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ ഒരു കവിതയുടെ ആശയം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ മനുഷ്യരുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാവരും അഭിനയിക്കുകയാണ്. സ്വന്തം കാര്യം നോക്കി അല്ലെങ്കിൽ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി അഭിനയം കൊണ്ടുള്ള ഒരു ജീവിതമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. മനുഷ്യത്വം എന്നുള്ളൊരു മൂല്യം ഇന്ന് നമ്മുടെ ഈ ലോകത്ത് കാണുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യഥാർത്ഥ മനുഷ്യരെ നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കും കാരണം മനുഷ്യത്വ ഇല്ലായ്മ തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതിയ ഈ ഒരു കുഞ്ഞു കവിത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ അത് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. കവിത ഇഷ്ടമാവുകയാണെങ്കിലും അല്ലെങ്കിലും അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.